അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് 50 കിലോമീറ്റർ ദൂരം ഈ ബസ്സിൽ യാത്ര ചെയ്യണം. അതെന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇവിടുത്തെ ഒരു ബസ് എങ്ങനെയാണ്, ബസ്സിലെ യാത്രക്കാരെങ്ങനെയാണ്, അവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്, അവരെന്തൊക്കെ സാധനങ്ങൾ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു. सीट था जत्ती बनी था ഇപ്പോൾ ഈ ബസ്സിൽ കാണുന്നത് സിമൻറ്റ് ചാക്കാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ട്രിപ്പൊക്കെ ബസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ കയറ്റും. ഇതിപ്പം മേലഞ്ചി റിവറാണ്. ഇതിപ്പോൾ ഒരു വേനൽക്കാല കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഴക്കാലത്ത് ഇത് അതിഭീകരമായിരിക്കും. വെള്ളം നിറഞ്ഞൊഴുകിയിട്ട് പിന്നെ സൈഡിലുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ ഭയങ്കര കേടുപാടുകളൊക്കെ സംഭവിക്കാറുണ്ട്. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പം റോഡ് പോകുന്നത് പുഴയിൽ കൂടിയാണ്. ഇടത് ഭാഗത്ത് കാണുന്ന ആ ബിൽഡിങ്ങുകളൊക്കെ വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ചാണ്. വളരെ ചെങ്കുത്തായ സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിൽ മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഭാഗത്ത് കണ്ടാൽ പേടി തോന്നുന്ന തരത്തിൽ അഗാധമായ ഗർത്തം ആയിരിക്കും, മറ്റേ ഭാഗത്ത് വലിയ മലനിരകളുമായിരിക്കും. നീട്ടി ഹോണടിക്കുന്നത് ഇവിടുത്തെ ഒരു പതിവാണ്. കാരണം ഇങ്ങോട്ട് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ നല്ല സ്ഥലത്ത് നോക്കി ഒതുക്കിയിടാൻ വേണ്ടിയിട്ടാണ് ആ ഹോൺ കൊടുക്കുന്നത്. ഇതാണ് നമുക്ക് പോകേണ്ട റൂട്ട്. ഇപ്പോൾ ഈ വാഹനം പോകുന്നത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. ഇവിടെ വലിയൊരു യാത്രയ്ക്ക് ശേഷം ഭയങ്കര ദുർഘടമായ വഴിയൊക്കെ പിന്നിട്ടത്. ഭയങ്കര വാലി, ഓടാഴത്തുള്ള വാലി. അതിനുശേഷം മേലഞ്ചി ഒരു സ്ഥലത്ത് തിന്ന് അവിടെ വെച്ചിട്ടാണ് ഇപ്പം ഫുഡ് കഴിക്കുന്നത്. ഇനിയും കുറച്ച് ദൂരം പോകാനുണ്ട്. ബസ് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ബസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 70-80 കിലോമീറ്റർ ഇപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കുണ്ടും കുത്തനെയുള്ള വളവുകളും ഒരുപാട് വലിയ കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസ് ഇവിടെ ഈ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് പല ഭാഗത്തേക്കും തിരിയുന്നത്. നമ്മൾ 9:30 സാക്കു അവിടെ തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ 3:50 സമയം. ഇത്രയും നേരം നമ്മളിതാ ഈ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തു. ജീവിതത്തിൽ ഇന്ന് വരെ ഇത്ര ഹൈറ്റിൽ, അതുപോലെ ഇത്രയും കർവുകൾ, എന്താ പറയുക,
ഉഗ്രഹായിട്ട് കൊടുമുടികളും ഒക്കെ ആയിട്ടുള്ള കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ഏകദേശം 12 ഡിഗ്രിയാണ് ഇപ്പം രാത്രി എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സർമദാങ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ താമസിക്കുകയാണ്. ഇതാ ഈ വീട്ടിലാണ് ഇന്ന് താമസം. ഇവര് ലാമ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. സൗഹൃദങ്ങളാണ് ഇവിടെയൊക്കെ താമസിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ രാത്രിയിലെ കൂടൽ ഒരു പ്രത്യേക ആംബിയൻസ് നൽകുന്നുണ്ട്. നമുക്ക് അത്ര പരിചിതമല്ലാത്ത കഥകൾ, അനുഭവങ്ങൾ ഇതൊക്കെ ലഭിക്കാനും ഇത്തരം കൂടലുകൾ ഇടയാക്കുന്നുണ്ട്. സർമദാങ് പുലർക്കാല കാഴ്ചയാണിത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ട്രക്കിംഗ് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ രാവിലെ ട്രക്കിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള സുഹൃത്തായിട്ടുള്ള ഉമേഷ് സാറ് പറയും. പിന്നെ ഇപ്പം നമ്മൾ സമയം ഇപ്പോൾ 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രക്കിംഗ് തുടങ്ങി. അപ്പോൾ ട്രക്കിങ്ങിനുള്ള എന്താണ് ഇങ്ങനത്തെ ഒരു വടി വേണം. ഒരു വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തൂടെ വേണം പോകാൻ. അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ ലാങ്ടാങ് നാഷണൽ പാർക്ക്, അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. मेरा नाम उमेश पुडासैनी है. मैं प्रोप्राइटर ऑफ शिवपुरी एस्ट्रोपोर्ट एंड देन नॉर्थ स्टार वॉयज ट्रैवल. ये मेरा दोस्त केरल से आए हैं और हम काठमांडू से कुछ दूर ओनली 70 किलोमीटर सिंधुपाल्चोक डिस्ट्रिक्ट पर लांगटांग राष्ट्रीय निकुंज पर हम ट्रैकिंग कर रहे हैं. ये बहुत अच्छा जगह है, वो बहुत इंजॉय कर रहे हैं. अभी हम यहाँ से सेराम थांग से हम तारके गैंग जा रहे हैं. इसका सी लेवल से इसका हाइट 2590 मीटर हाइट में है और सबसे यहाँ का ऊपर का हाइट व्यू पॉइंट है 3790 3700 रूट. धन्यवाद. ഇപ്പോൾ വനത്തിൻ്റെ ഉള്ളിൽ കൂടി കുറേ ദൂരം ദുർഘടമായ വഴികളിൽ കൂടി സഞ്ചരിച്ചു. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഇപ്പോൾ ഒരു ബുദ്ധക്ഷേത്രം വനത്തിൻ്റെ ഉള്ളിൽ കാണാനായത്. ഈ ദമ്പതിമാർ ഈ ക്ഷേത്രത്തിൽ പെയിൻറ്റിങ്, ചിത്രപ്പണി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എത്തിയിട്ടുള്ളത്. അതും അവർ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. Welcome again, you Nepal, huh? ഇതിപ്പോൾ രണ്ടാമത്തെ ടെമ്പിളാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. Tarke gang. Today we stay in overnight at hotel. Then after come back by bus to Kathmandu. It's this mode. Okay. The sound is going on our wild bee. It is our national flower, lali guras. It is called lali guras, but it is white. We find many colors: white, purple, red, many.
10:30 തുടങ്ങിയ യാത്രയാണ്. അത് ഇതേപോലെ ഇങ്ങനെ കൊടും കാട്ടിനുള്ളിൽ കൂടെയായിരുന്നു യാത്ര. ഇപ്പം 1:30 മണി സമയമായിട്ടുണ്ട്. 11:30, 12:30, 1:30, 3 മണിക്കൂർ നേരം ഇപ്പം നമ്മൾ നല്ല കാട്ടിൽ കൂടി നടന്നു കഴിഞ്ഞു. ഒരു ചെറിയ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ സുഹൃത്ത് ഉമേഷ് സാറ് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓറഞ്ച്, ഡ്രൈ ഫ്രൂട്ട്സ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഏകദേശം പിന്നെ 2 മണിക്കൂർ നടക്കണം. ഇതുവരെ കാട്ടിന് ഉള്ളിൽ കൂടിയാണ് നടന്നിരുന്നത്. അത് അത്ര കണ്ട് ക്ഷീണം തോന്നില്ല, പക്ഷേ നല്ല പ്രയാസമാണ് നടക്കാൻ. അങ്ങനെ ദുർഘടമായ പാതയാണ്. ഇപ്പോൾ ഈ ഒരു വഴി കണ്ടാൽ നമുക്ക് ശരിക്കും തല കറങ്ങും. കാരണം ഒരു സൈഡ് ഭയങ്കര കുത്തനെയാണ്, മറ്റേ സൈഡ് വളരെയധികം ഇങ്ങനെ താഴ്ചയിലേക്കാണ്. അതിൽ കൂടി ഒരു ജസ്റ്റ് ഒരു ജീപ്പിന് ഇങ്ങോട്ട് കടന്നു പോകാവുന്ന ഒരു വഴിയാണുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വീൽ ബേസ് ഇപ്പോൾ ഇതിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ആ വലത്ത് വശത്തെ വീൽ പോകുന്നത് കറക്റ്റ് ഇതിൻ്റെ എഡ്ജിൽ കൂടി ആയിരിക്കും. ഒരല്പം ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനുണ്ട, അത്രയ്ക്ക് ഭീകരമായിരിക്കും അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം താൽക്കാലികമായിട്ടുള്ളൊരു താവളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വീട്ടിലേക്ക് പോകണം. ഉച്ചഭക്ഷണമൊക്കെ ഇവിടെയാണ്. പിന്നെ വീണ്ടും യാത്ര തുടരും. എട്ടോ 10 വീട് അടങ്ങിയ ഒരു പ്രദേശമാണിത്. ഈ ഭാഗത്ത് ഒരേ ഒരു കടയുള്ളൂ, അതൊരു മസാലക്കടയാണ്. നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്കവാറും പച്ചക്കറികൾ അവർ അവരുടെ പരിസരത്ത് തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ആ ഇതിപ്പം ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഈ പറമ്പിൽ നിന്ന് തന്നെയാണ് ശേഖരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഉച്ചഭക്ഷണത്തിനായിട്ട് ഇവിടെ ഒരു ചെറിയ താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഗംഗ്യൂൾ എന്ന് പറയുന്ന ഒരു ചെറിയ അങ്ങാടി. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും 2 മണിക്കൂറും കൂടി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നടക്കാനുണ്ട്. അതിപ്പം ഒരു വാഹനം ഇവിടെ കിട്ടില്ല, പിന്നെ നമ്മൾ നടക്കുക തന്നെ വേണം. അപ്പോൾ ഇനിയും എന്താണ് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി, തീർത്തും ഏകാന്തമായ സ്ഥലങ്ങളിൽ കൂടി ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യണം വീണ്ടും ചെറിയൊരു പട്ടണത്തിലെത്താൻ. അപ്പോൾ ഇവിടെ എന്താ പറയുക, വല്ലാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപാട് കഥകളൊക്കെ ഇരുന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് പോയിന്റ് അവിടെയാണ്. ഈ പ്രദേശത്ത് പലയിടത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഭൂമി കുലുക്കവും ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്രയും ദുർഘടമായ ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ നമ്മുടെ ട്രക്കിംഗ് പ്രോഗ്രാം ഇപ്പോൾ ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടാർക്കിംഗ്യ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ 10:30ക്കാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 6 മണിയായി. കുറേ ദൂരം നല്ല ദുർഘടമായ കാട്ടിനുള്ളിൽ കൂടിയായിരുന്നു. പിന്നെ കുറേ ഗ്രാമപ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചത് ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്രാമപ്രദേശത്ത് നിന്നായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അപ്പോൾ വീണ്ടും ഒരു ഏകദേശം 3.5 മണിക്കൂർ 4 മണിക്കൂറുണ്ടാവും ഏകദേശം നടന്നിട്ടുണ്ട്. അങ്ങനെ സന്ധ്യയോടെ എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇന്നത്തെ താമസം ഇവരോടൊപ്പമാണ്. ഇവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവർ പറയുന്ന കഥകളൊക്കെ കേട്ടുകൊണ്ട് ആണ് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തർക്യാഖാൻ എന്ന് പറഞ്ഞിട്ട്
നേപ്പാളിലെ വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിലാണ്. എന്ന് വെച്ചാൽ നേപ്പാളിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണിത്. ഇവിടുന്ന് ഈ കാണുന്നത് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പ്രയാസമാണ്. ഇത് ഹിമാലയൻ താഴ്വരയാണ്. ഇപ്പോൾ നേരം പിന്നെ 5:30 മണിയാണ്. ഇവിടെ നേരം വെളുത്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ ഇപ്പോൾ ടെമ്പറേച്ചർ ശരിക്കും 5 ഡിഗ്രിയാണ്. ഇതിപ്പോൾ സിന്ധു പാൽചക് ജില്ലയാണ്. ഇപ്പോൾ ഇവിടെ അതിപുരാതനമായിട്ടുള്ളൊരു മൊണാർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പിന്നെ പുനർനിർമ്മാണം, ഇതിന് സാമ്പത്തിക സഹായവും മറ്റ് മേൽനോട്ടമൊക്കെ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അതിവിടെ ഈ ബോർഡിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നമുക്ക് അങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റീകൺസ്ട്രക്ഷൻ ഗ്രാൻഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള ഇങ്ങനെയുള്ള ഈ പദ്ധതികളൊക്കെ തന്നെ, അതുപോലെ ഇവിടെയുള്ള ചില വാഹനങ്ങൾ ഒക്കെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ഈ നേപ്പാളും തമ്മിലൊരു ബന്ധം നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഹിമാലയത്തോട് ചേർന്നുള്ള ലാസ്റ്റ് അങ്ങാടിയാണ്. ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങാടികളില്ല. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കുറച്ച് കടകൾ, കുറച്ച് വീട്. ഇത് കഴിഞ്ഞാൽ പിന്നെ കൊടും കാട്ടിൽ കൂടി ഏകദേശം 8-10 കിലോമീറ്റർ പോകുമ്പോൾ വീണ്ടും കുറച്ച് വീടുകൾ, പിന്നെ ഒരു ചെറിയൊരു അങ്ങാടി. ഇങ്ങനെയാണ് ഒരു ബസ്സാണ് ഈ ഇങ്ങനത്തെ ഓരോ സ്ഥലത്തേക്ക് ഉണ്ടാവും. ഒരു ദിവസം ഒരു ട്രിപ്പ്. ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അത് ആ ബസ് അവിടെ സ്റ്റേ ആക്കും, പിറ്റേന്ന് രാവിലെ പോകും. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ബസ്. ഇത് രാവിലെ 6 മണിക്കാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. നല്ല തണുപ്പാണ്. ഇത് രസമാണ്. നീട്ടി ഒരു ഹോണടി അടിക്കും. ഈ ഒരു പ്രദേശം അങ്ങനെ എക്കോ അടിക്കും. ഇതിങ്ങനെ